ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനുള്ളത് പാരമേക്കാവ് അമ്പലത്തിൻ്റെ അവിടെയാട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ ആനച്ചമയമൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് കാണാൻ പോയതാണ്. അപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിട്ട് ഈ ആനച്ചമയം കാണാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇത് ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പാരമേക്കാവ് ചമയ പ്രദർശനം ആണ് എഴുതിയിരിക്കുന്നത്. കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ഇത് എൻട്രൻസ് ആട്ടോ. അപ്പം നമുക്ക് ഇനി ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഉള്ളില് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉള്ളത് ഇങ്ങനെ ഒരു കുട്ടിയുടെ ഇങ്ങനെ ചെണ്ട കൊട്ടണതാട്ടോ. അത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലത്തെ റോബോട്ടസ്കേഴ്സ് എന്ന് പറയണ അവര് ചെയ്തതാട്ടോ. പിന്നെ അവരിങ്ങനെ കുറെ റോബോട്ടിക് അംബ്രല്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനൊക്കെ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഇങ്ങനെ കുറേ അംബ്രല്ലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പല പല ഡിസൈനുകളും പല പല കളറുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ വൈറ്റിൻ്റെ ഇടയിൽ ഇപ്പോൾ പിങ്ക്, അപ്പം അങ്ങനെ അങ്ങനെ ഓരോരോ കളേഴ്സിൻ്റെ നടുക്കിൽ വേറെ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ വേറെ വേറെ ഡിസൈൻസ് ആയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരിങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പോലീസുകാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോവാനൊക്കെ പറയണ്ടായിരുന്നു വെച്ചാൽ അത്രയും തിക്കും കൂടെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ നടന്നിട്ട് ഓരോന്നും കാണാം. ഇതിനിങ്ങനെ വൈറ്റും റെഡും ഉള്ളില് വൈറ്റും ബ്ലൂവും ആയിട്ട് ഇങ്ങനെ ടൈഡായി ചെയ്യണ പോലെ. പിന്നെ ഈ ബ്ലൂവും റെഡാണ് ഈ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തിട്ട്. ഇതാണ് റോബോട്ടിക് അംബ്രല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോബോട്ടസ്കേഴ്സ് ചെയ്തത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. അവരാട്ടോ ഈ ബ്ലൂവും ഈ പിങ്ക് റെഡ് പോലത്തെ ചെയ്തത്. പിന്നെ തൊട്ടപ്പുറത്തേനായിട്ട് റെഡും ഉണ്ടായിരുന്നു, ബ്ലാക്ക് അതിന് നടുക്കിലായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിൽ ഇനിയിട്ട് വെഞ്ചാമരം എന്ന് പറഞ്ഞിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഭയങ്കര ബ്ലോക്ക് പോലെയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പൊ കുറെ ആൾക്കാരുടെ ഇങ്ങനെ തലയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഞങ്ങൾ അതിന്റെ മുന്നിലേക്ക് എത്തി. അപ്പൊ കാണാൻ പറ്റും ഇതൊക്കെ നല്ല രസമായിട്ട് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ കുറെ നെറ്റിപ്പട്ടമൊക്കെ സൈഡിലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറേ ഡിസൈനുകളൊക്കെ ചെയ്ത് വെച്ചിട്ട് നെറ്റിപ്പട്ടൊക്കെ ഇങ്ങനെ വെച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കത്തെ ഭംഗി അറിയുള്ളൂ. പിന്നെ അവിടെയൊക്കെ വിളക്ക് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കുമ്പോഴാട്ടോ അതിൻ്റെ ശരിക്കത്തെ ഭംഗി അറിയാൻ പറ്റാം. അതിൻ്റെ പിന്നെ തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ ഇങ്ങനെ വേറെ കുറേ ഇതായിട്ടുള്ള അംബ്രലാസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ അതും വേറെ വേറെ കളറുകൾ ആയിട്ടുള്ളത് തന്നെ. പിന്നെ ഇതൊരു നടുക്കിലൊരു ടേബിൾ ഇട്ടിട്ട് ഇതുകളിങ്ങനെ ഒരു റെഡ് ഇതുപോലെ അതുമ്പോൾ ഇങ്ങനെ കുറെ ബെൽസ് ഒക്കെ വെച്ചിട്ടും. പക്ഷെ ഇതൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല കേട്ടോ. അവരെ ചീത്ത പറയും നമ്മളിങ്ങനെ തൊടാണെങ്കിൽ. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്നെല്ലാം ഇങ്ങനെ കണ്ടു പോവാം. അത് കഴിഞ്ഞ് നമ്മള് പാരമേക്കാവ് അമ്പലത്തിന്റെ അവിടെ ഇങ്ങനെ പൂരത്തിന്റെ സമയം ഇങ്ങനെയാണ് ആനകളും ആൾക്കാരൊക്കെ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരൊരു സ്റ്റാച്ചു പോലെയായിട്ട് ഇങ്ങനെ ഒരു മോണുമെന്റ് പോലെയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ പോണ നേരത്തെ തന്നെ. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇങ്ങനെ ഓരോ ആൾക്കാരെ ഇങ്ങനെ പീപ്പിൾ അവിടെ ഇങ്ങനെ നിൽക്കണ പോലെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാട്ടോ, മേലേക്ക്. അവിടെ ഉണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ അടിയിലുകളൊക്കെ ഇങ്ങനെ കുട മടക്കി വെച്ചിട്ടല്ല കണ്ടേ. ഇതൊക്കെ ഇങ്ങനെ കുടയൊക്കെ നീർത്തി വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇതിന് ഓരോ കുടയ്ക്കും വേറെ വേറെ ഡിസൈനാണ് കേട്ടോ. അപ്പൊ നീർത്തി വെച്ചപ്പോ നമുക്ക് ഓരോന്നും നല്ല രസത്തിലായിട്ട് കാണാൻ പറ്റും. എന്താ കുറെ കളറ് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തൊട്ട് സൈഡിലെല്ലാം ഗണപതി അങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഓരോ കളറുകളും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടും. അടിയിലത്തില്ലാത്ത കളറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഓരോ ഇതുകളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിൽ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ ഓരോ ഡിസൈനുകളുടെ വ്യത്യാസങ്ങളൊക്കെ. ശിവന്റെ ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ മയിലിന്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഒക്കെ പോലത്തെ ആയിരുന്നു ഇത്. ശരിക്കും ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത പോലെയാട്ടത്. ഈ കൊട കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറെ പിങ്ക് അതുമായി ഡിസൈൻ ചെയ്തിട്ട് ബ്ലൂ, ഓറഞ്ച് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്.
അത് കഴിഞ്ഞിട്ട് ആനച്ചമയത്തിന് അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാട്ടോ. ഇനി ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങാൻ പോയി. അപ്പൊ നടന്നുകൊണ്ടിരുന്നപ്പോ ഞാൻ അവിടെ ഒരു കപ്പലണ്ടിയുടെ അവിടെ കണ്ടു. അപ്പൊ ഞാൻ മറ്റേ ഗ്രീൻ പീസ് ആട്ടോ മേടിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങി. പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാതും മരത്തിന്റെ ഇടയിലായിരുന്നിട്ട് കാണാൻ പറ്റിണ്ടായിരുന്നു. അതൊന്നും നമുക്ക് അത്രയും കാണാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് സ്ഥലം നോക്കാണ് എവിടെയാണ് പോയത് മര്യാദയ്ക്ക് കാണാൻ പറ്റാന്ന്. അപ്പൊ ഞങ്ങള് നടന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കാട്ടതും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. അവസാനം ഞങ്ങൾ ഒരു സ്ഥലം കണ്ടു. അവിടെ ഞങ്ങൾക്ക് ഇത്തിരിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കണ്ടില്ലേ, നേരത്തെ ഞങ്ങൾക്ക് ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാണാൻ പറ്റൂട്ടോ. നേരെ നടക്കുമ്പോ തന്നെ കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടി. നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ഇതില് കാണുമ്പോ തന്നെ അവിടെ വന്ന് കാണണം ഈ സാമ്പിൾ വെടിക്കെട്ടൊക്കെ. എന്നാലാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ ഇതിന്റെ ഒരു രസം എങ്ങനെയാന്ന്. അപ്പൊ ഇങ്ങനെ വീഡിയോയില് കാണിച്ചിട്ടൊന്നും ഇങ്ങനെ കാര്യമില്ല. അപ്പൊ ഞങ്ങക്ക് ആ ഒരു ഇടയക്കോടൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ആ വെടിക്കെട്ടൊക്കെ ഇങ്ങനെ പൊട്ടുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഈ തൃശ്ശൂരിന്റെ അവിടെ വെച്ചാൽ വേറെ വല്ലോടത്ത് എത്തിക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കാണാൻ അപ്പൊ അവിടുത്തെ കാണാൻ പറ്റാതെ ആവുമ്പോ ഈ വീഡിയോ പോലെ എല്ലാം അവിടെ നടന്നു വെച്ചാൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വെടിക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇങ്ങനത്തെ ഒരു ഹിന്ദിക്കാരൻ ഇങ്ങനെ എന്തോ കൊറേ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒക്കെ സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ്ടായിരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേര് എനിക്ക് എന്തിട്ടാന്ന് അറിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ പോയതാട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ പൂരപ്പറമ്പിന്റെ അവിടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മറ്റേ ഗ്രീൻ പീസിന്റെ അതും കഴിച്ച് ഞാൻ അങ്ങനെ നടക്കാട്ടോ. നല്ല വൈബാട്ടോ ഇതിൽ കൂടൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു ഇതിൽ കൂടൊക്കെ ഓരോന്നും ഇതൊക്കെ കണ്ടിട്ട്. പിന്നെ ആ സ്റ്റോൾ തന്നെ ഇങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇങ്ങനെ കുറെ ഹിന്ദിക്കാരൊക്കെ ഇതിങ്ങനെ വിൽക്കണതും ഇതൊക്കെ. പക്ഷെ ഞങ്ങളതൊന്നും മേടിച്ചില്ല. ഞങ്ങളത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വാനിൽ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ബലൂണുകളും അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ കുഞ്ഞ് ഉണ്ണികൾക്കൊക്കെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങളൊക്കെ അവരിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ തലയിലേക്കൊക്കെ എന്തിട്ടൊക്കെ ഇങ്ങനെ വീടുണ്ടായിരുന്നു. എന്തിട്ടാന്നറിയില്ല, ഇങ്ങനത്തെ കുറെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വീടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ എന്തിട്ടാന്നൊക്കെ ഇങ്ങനെ ഞാൻ നോക്കാട്ടത്. അത് അടുത്തത് നമുക്ക് പിന്നെ ഉള്ളത് തിരുവമ്പാടിയുടെ വെടിക്കെട്ടാട്ടോ. അപ്പൊ അത് ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് ഇത് വരാൻ വേണ്ടിയിട്ട്. കുറച്ചേരം കഴിഞ്ഞ് നോക്കിയപ്പോ ഏതോ ഒരാള് അവിടെ ഇങ്ങനെ കിടന്ന് മുകളിലേക്ക് ഇങ്ങനെ കേറി പോവുണ്ടായിരുന്നു ട്ടോ. ഈ കമ്പുമ്മ കേറിയിട്ട് ഇങ്ങനെ മേലേക്ക് കേറി പോവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വെടിക്കെട്ട് മര്യാദക്ക് കാണാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്നിട്ട് പോലീസുകാരൊക്കെ വന്ന് ഈ ആളൊക്കെ ഇറക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവമ്പാടിയുടെ വെടിക്കെട്ടൊക്കെ തുടങ്ങിയിട്ട്